ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഒരുപാട് ദൂരേക്കൊന്നുമല്ല, ആനക്കാമ്പൊയിൽ വരെ. അവിടെ ഒരു റിസോർട്ടിലൊരു സ്റ്റേ. അതിന് മുമ്പായിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം. ആദ്യം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത് ഈ ആനക്കാമ്പൊയിലെ റൂട്ട് ആണെന്ന് പറയുമ്പോൾ ഈ ഹോട്ടൽ ലിസി മാത്രമേ മനസ്സിൽ വരുള്ളൂ. ഇതിന് മുമ്പ് ഒരിക്കലും പോയിട്ട് നല്ല അടിപൊളിയായിരുന്നു. നല്ല മീൽസ് കിട്ടും. ഒരു മിനി സദ്യ തന്നെ. സദ്യയിലുണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഉണ്ടാവും. പ്ലസ് ഫിഷാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. നമ്മളൊരു ചെമ്പല്ലി ഫ്രൈ, ഒരു നെയ്മീൻ ഫ്രൈ, ഒരു ഐക്കൂറ ഫ്രൈ പറഞ്ഞു. ഇതല്ലാതെ നമുക്ക് കല്ലുമ്മക്കായ ഫ്രൈ, പ്രോൺ മസാല, പ്രോണിൻ്റെ ഫ്രൈ ഒക്കെ കിട്ടും കേട്ടോ. എല്ലാം അടിപൊളിയാണ്. ഈ ഐറ്റംസ് കണ്ടില്ലേ, നമുക്ക് അച്ചാർ, പപ്പടം, ഉപ്പേരി, കൂട്ടുകറി, പൈനാപ്പിൾ കിച്ചടി, പച്ചടി, പുളി, രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, സോറി, ചോറ്, പരിപ്പ് കറി, സാമ്പാർ, മീൻകറി, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പപ്പടം. അതുകൂടാതെ നമുക്ക് ഫിഷ് ഐറ്റംസ് വേറെ ഓർഡർ ചെയ്യാം. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നേരത്താകുമ്പോഴേക്കും നല്ല തിരക്കായിട്ടുണ്ട്. കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ടാണ് അത്ര തിരക്കില്ലാഞ്ഞത്. പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം വഴികളൊക്കെ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ട്. കുറേ വളവും തിരിവും കുത്തനെയുള്ള കയറ്റവും. റോഡൊക്കെ ഭയങ്കര കുഞ്ഞതാണ്. പിന്നെ സൈഡിലൊക്കെ ഉള്ള കൾട്ടിവേഷനൊക്കെ മാറി. ഇപ്പോൾ അവിടെ റബ്ബറും ജാതിക്ക കൃഷിയൊക്കെ ആയി. നമ്മൾ കോഴിക്കോട് ടൗൺ ആണെന്ന് തോന്നില്ല. കുറച്ച് ക്ലൈമറ്റിനും ചെറിയ വ്യത്യാസമുണ്ട്. അങ്ങനെ നമ്മൾ കരിമ്പിൻ്റെ പാർക്കിങ്ങിലെത്തി. നമ്മൾ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് അവരുടെ വണ്ടി പിക്ക് ചെയ്യാൻ വരും. അപ്പോൾ അതിനിടയിൽ കുറച്ച് സമയമുള്ളപ്പോൾ അവിടെയുള്ള ഓരോ സാധനങ്ങളൊക്കെ വെച്ച് കളിക്കുമായിരുന്നു. ഈ ജീപ്പ് ഇപ്പോൾ ഓടിക്കുന്നത് 4x4 ആണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ജീപ്പിൽ അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം തന്നെയാണ് കേട്ടോ. നമുക്ക് നടന്നു കയറാനൊന്നും പറ്റില്ല. അവരുടെ ജീപ്പ് നമുക്ക് ഈ റിസോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അവരുടെ റിസപ്ഷനിലെത്തി. റിസപ്ഷനിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ ആധാർ കാർഡും ബാക്കി പേയ്മെൻറ്റ് ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. റൂമിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഊഞ്ഞാലും പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസൊക്കെ ഉണ്ട്. ഇത് റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ റൂം. അവിടെ സൈഡിൽ ഗാർഡനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പാർവതിക്ക് നേരത്തെ ആ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കിട്ടിയ മാങ്ങയാണ്. അങ്ങനെ നമുക്ക് റൂം കാണാം. നല്ല വൃത്തിയുള്ള നല്ല റൂം, നല്ല എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. AC റൂമാണ്. എനിക്ക് തോന്നുന്നു നല്ല ക്ലൈമറ്റ് സമ്മറിലായതുകൊണ്ട് നമുക്ക് AC വേണം. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ACൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ബാൽക്കണി ഒന്ന് പോയി നോക്കാം. അടിപൊളി ബാൽക്കണി വ്യൂ, അടിപൊളിയാട്ടോ. ഇത് രാത്രി വേറൊരു ബ്യൂട്ടിയാണ്, പകൽ വേറെയാണ്, സന്ധ്യയ്ക്ക് വേറെയാണ്. ഓരോ ടൈമിനും നല്ല ഭംഗിയാണ് കാണാൻ. അവിടെയാണ് നമ്മൾ പൂള്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പൂളിൽ കളിക്കാൻ വേണ്ടി പോവുകയാണ്. പൂളിൽ നിന്നും നല്ല വ്യൂ ആണ് പുറത്ത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഫിനിറ്റി പൂളാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല രസമാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റോസൊക്കെ നല്ല കൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. അങ്ങനെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശന്നൊക്കെ തുടങ്ങി. അപ്പോൾ ഒന്ന് ചായ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അതിൻ്റെ ചുറ്റപ്പോഴും നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടക്കുകയാണ്, അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച്. പക്ഷേ റെസ്റ്റോറൻറ്റിലെത്തിയപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞിരുന്നു. ഓൾമോസ്റ്റ് 6:30 ആയിരുന്നു. അതുകൊണ്ട് സ്നാക്സ് ഒന്നും കിട്ടിയില്ല. ചായ കിട്ടി. ഞങ്ങൾ 2 സ്ട്രോങ് ചായയും കുടിച്ചു. പാർവതി ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ഇൻഡോർ ഗെയിം ഏരിയ കണ്ടു. അവിടെ ക്യാരംസും വേറെ എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആംഫി തിയേറ്റർ. ഇവിടെയാണെന്ന് തോന്നുന്നു ക്യാമ്പ് ഫയർ ഇടുക, പിന്നെ ഗ്രില്ലൊക്കെ ചെയ്യുക. ഞങ്ങൾ മെയ് 1 പോയതുകൊണ്ട് സ്റ്റാഫ് കുറവായിരുന്നു. അതുകൊണ്ട് അന്ന് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഓൾമോസ്റ്റ് ഒരു ഫുൾ മൂൺ പോലെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഡിന്നറൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു.
സൂപ്പും പിന്നെ ഗീ റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പൊറോട്ട, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോഴും ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ് ബാൽക്കണി വ്യൂ ആയിരുന്നു. അത് നമ്മളെ ഡിസപ്പോയിൻ്റ് ചെയ്തില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. അത് കുറച്ച് നേരം നോക്കിയിരുന്ന് റൂമിൽ തന്നെ ഒരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി റെസ്റ്റോറൻറ്റിൽ. ബുഫേ ആയിരുന്നു. മോള് ചോക്കോസ് കഴിച്ചു, നമ്മൾ വെള്ളപ്പം, കടലക്കറി, സ്റ്റൂ, എഗ്ഗ്, അങ്ങനെ സാധാ ആവറേജ്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളുടെ കിഡ്സ് പാർക്ക് ഉണ്ടായിരുന്നു, അപ്പം പിന്നെ അവിടെയും കൂടെ ഒന്ന് പോകാൻ വിചാരിച്ചു. അങ്ങനെ പാർവതിക്ക് അത് ഇഷ്ടപ്പെട്ടു. അവിടെ അവളുടെ ടിപ്പിക്കൽ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കുന്ന. പിന്നെ മുകളിൽ ഈ ക്രിക്കറ്റ്, ഫുട്ബോൾ, ബാഡ്മിൻ്റനൊക്കെ സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. പണി നടക്കുവാന്ന് തോന്നുന്നു. ഇനി ഇവിടെയൊക്കെ ഒന്നും കൂടെ സെറ്റാക്കാനുണ്ട്. ഇപ്പോഴൊക്കെ നല്ല ചൂടായിട്ടുണ്ട്, അപ്പം നമുക്ക് അധിക നേരമൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് റൂമിൽ പോയി പാക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ്. ആ ജീപ്പ് തന്നെ നമ്മളെ തിരിച്ച് താഴെ കൊണ്ടുവിടും. പിന്നെ ആനക്കാമ്പയിലേക്ക് ആ ജംഗ്ഷനിൽ ഒരു കോർണർ കഫേ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നൊസ്റ്റാൾജിയാണ് അവിടെ കാണുമ്പം തന്നെ. നിറയെ കുപ്പി ഭരണിയിലൊക്കെ ഇട്ടിട്ട് കുറേ സ്നാക്സും. പിന്നെ ഇവിടെ ഏതോ ഒരു സിനിമ പ്രേമി ഉണ്ടെന്ന് തോന്നുന്നു, കുറേ സിനിമേൻ്റെ എന്തൊക്കെയോ പോസ്റ്ററൊക്കെ കാണാം. നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് നല്ലൊരു സ്ട്രോങ് ചായയും എരിവുള്ള ബിസ്ക്കറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ കുറേ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. മോൾ അതിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു, ചായയൊക്കെ കുടിച്ചു. അങ്ങനെ എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ യാത്ര തുടങ്ങി. തിരിച്ച് പോകുമ്പോൾ ടോപ്പ് ഫോം കയറി ഫുഡും കൂടെ കഴിച്ചിട്ടാണ് പോയത്. ഈ മുമ്പ് നമ്മൾ ആനക്കാമ്പൊയിൽ താമസിച്ചപ്പോൾ ഹിൽ റേഞ്ചസിലായിരുന്നു. അത് വേറെ തന്നെ അറ്റ്മോസ്ഫിയർ, അവിടെ എപ്പോഴും തണുപ്പാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ഹിൽ റേഞ്ചസാണ്. ഇവിടെ ചിലപ്പോൾ ക്ലൈമറ്റിൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. ഇതിൻ്റെ സ്റ്റേ ഏകദേശം റേറ്റ് വരുന്നത് 6500 സംതിങ്ങാണ്.